രാഘവേട്ടാ, നല്ല ചുമയുണ്ടല്ലോ, ഹോസ്പിറ്റലിൽ പോണോ? നീ വയ്ക്കോ, ഇത് മാറിക്കോളൂ. ഓ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ പോയി കഴിഞ്ഞ് എന്തെങ്കിലും മേലായി വന്നാലോ? എന്ന് വെച്ചേ എന്നെ നോക്കണ്ടോ വയ്ക്കാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. ഞാൻ എങ്ങനെയെങ്കിലും കടമ്പയൊക്കെ കിടന്നോളാം. അയ്യോ രാഘവേട്ടാ, എന്തിനിങ്ങനെ വാശി കാണിക്കുന്നേ? ആരോടിങ്ങനെ വാശി പിടിക്കുന്നേ? എന്നോടോ? എനിക്ക് ആരോടും വാശി വരായൊന്നുമില്ല. ഉണ്ടെങ്കിൽ തന്നെ അതെന്നോടാ, എന്റെ അവസ്ഥയോടാ. പിന്നെ പരാജയം പരിഭവമൊക്കെ ഞാൻ കാണിക്കുന്ന ആളുണ്ട്, അതാ സർവേശ്വരനോടാ. എന്നെ ഇങ്ങനെ പാതി ജീവൻ നൽകി ഇട്ടേക്കുന്നതിന് തന്നെ. ഇങ്ങനെയൊക്കെ പറയാനും വേണ്ടി ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? പനിക്കൂർക്കയിലയും തുളസിയിലയും ശർക്കരയൊക്കെ ഇട്ട കാപ്പിയാ. പനിയുണ്ടെങ്കിൽ അതങ്ങ് തന്നെ പോയിക്കോളൂ. ഇതൊക്കെ എന്റെ ശരീരത്തിന് അസുഖം വന്നാലേ പരിഹരിക്കാനാവൂ. മനസ്സെന്നാ പിന്നെ തീർന്നില്ലല്ലോ. അതൊന്നുമില്ലല്ലോ മാമേ. ആര് പറഞ്ഞില്ലെന്ന്? ഇപ്പൊ നിങ്ങൾ ഈ പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഭ്രാന്തെന്നാ പറയേണ്ടത്. അതിന് നല്ല മരുന്നുമുണ്ട്. രാഘവേട്ട, രാവിലെ തന്നെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല കേട്ടോ. ഇതെന്നെ ഇന്ന് പണിക്ക് വിടില്ലെന്നാ തോന്നുന്നത്. ഈ ചുമ നീ കാര്യാക്കണ്ട. ഇനിയിപ്പോ ചുമയും കുറെയൊക്കെ ഉണ്ടാവും. സമയെന്നാ തോന്നുന്നത്. അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളായി കാണിക്കുന്നൊക്കെ. സത്യമേ, സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. ഇറങ്ങിയാലോ? പൊന്നി, ഇന്നാണെങ്കിൽ കുറച്ച് പുതിയ കടകളിൽ ഓർഡറും ഉണ്ട്. രാഘവേട്ടന് കുറച്ച് പനിയും ചുമയൊക്കെ ഉണ്ട്. മരുന്നിന് പോവാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ലടി. ഈ അവസ്ഥയിൽ ഒറ്റയ്ക്കാക്കിയിട്ട് എങ്ങനെ നമ്മൾ പോവും? എന്നാ പിന്നെ നിങ്ങളോട് ഞാനോട് വരാം. പിന്നെ എന്റെ നടപ്പനുസരിച്ച് നിനക്ക് നടക്കാൻ പറ്റുന്നുള്ള ഒരു കുഴപ്പമുണ്ട്. സമ്മതാണെങ്കിൽ ഞാൻ റെഡിയാ. എന്റെ ധനിയാസ കാണുമ്പോ കച്ചവടം കുറച്ച് കൂടുതൽ കിട്ടുകയും ചെയ്യും. കണ്ടില്ലേ ഇതാ അവസ്ഥ. രാഘവേട്ട, മരുന്നിന് പോകുന്നുണ്ടോ ഇല്ലയോ അതറിഞ്ഞിട്ടേ ഞാൻ ഇന്ന് പോകുന്നുള്ളൂ. നീ പൊയ്ക്കോ ഭാമേ. ഇത് കുറച്ചുകൂടെ ഞാൻ നോക്കട്ടെ. എന്നിട്ട് പറ്റിയില്ലെങ്കിൽ ഞാനിങ്ങനെ നടന്നു വലിഞ്ഞു കഴിഞ്ഞു നമുക്ക് പൊക്കോളാം.